ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 ഗുജറാത്തിനടുത്തുള്ള ഇന്ത്യ പാകിസ്ഥാൻ സമുദ്രാതിർത്തിയിലാണ് സംഭവം. കാലഭൈരവ് എന്ന മത്സ്യബന്ധന ബോട്ടിനെ നോ ഫിഷിംഗ് സോണിൽ വെച്ച് പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ PMS നുസ്രത്ത് എന്ന കപ്പൽ കസ്റ്റഡിയിലെടുത്തുവെന്ന മറ്റൊരു മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഡിസ്ട്രസ് സിഗ്നൽ നൽകി. പിന്നാലെ കോസ്റ്റ് ഗാർഡിന്റെ അഗ്നിവൻ എന്ന കപ്പൽ ദൗത്യം ആരംഭിച്ചു. സമുദ്രാതിർത്തിയിൽ പാകിസ്ഥാന്റെ കപ്പലിനെ 2 മണിക്കൂർ നേരം പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദൗത്യം വിജയത്തിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ PMS നുസ്രത്ത് എന്ന കപ്പൽ ശ്രമിച്ചെങ്കിലും ഇന്ത്യ പിന്തുടർന്ന് പിടിച്ചു. ഇന്ത്യക്കാരായ 7 മത്സ്യത്തൊഴിലാളികളെയും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അനധികൃതമായി ഇന്ത്യക്കാരെ കസ്റ്റഡിയിലെടുത്തതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയാണ് 7 പേരെയും മോചിപ്പിച്ചത്. പാകിസ്ഥാൻ മാരിടൈമിന്റെ കപ്പൽ വലിച്ചു കൊണ്ടുപോകുന്നതിനിടെ മത്സ്യബന്ധന ബോട്ടായ കാലഭൈരവ് തകർന്നു. മോചിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെയും കൊണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്തിലെ ഓഖ തുറമുഖത്ത് മടങ്ങിയെത്തി. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം 7 പേരുടെയും നില തൃപ്തികരമാണെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇവരെ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യത്തിൽ ഗുജറാത്ത് പോലീസിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്ത അന്വേഷണം പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.